നിങ്ങളുടെ വീട്ടിൽ ഡ്രോയിങ് അല്ലെങ്കിൽ കളറിങ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഓയിൽ പേസ്റ്റിൽ അല്ലെങ്കിൽ ക്രയോൺസ് എന്നുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് കളർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കും വളരെ സിമ്പിൾ സ്റ്റെപ്പിൽ മനോഹരമായിട്ടൊരു ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കും. എന്താണ് ആ ചിത്രം, എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വരൂ വരയ്ക്കാൻ പഠിക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ഔട്ട്ലൈൻ. ഒരു സാധാ പെൻസിൽ ഉപയോഗിച്ച് ഏകദേശം ഓവൽ ഷേപ്പ് പോലെ തോന്നുന്ന ഒരു ഷേപ്പ് വരയ്ക്കാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ അതിന്റെ പകുതിക്ക് ഷേപ്പ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. മുകളിൽ ഒരു കർവ് വരയ്ക്കാം. നടുക്കൊരു തണ്ട് പോലെ തോന്നുന്ന ഇത്തരത്തിലൊരു സിമ്പിൾ ഷേപ്പ് വരയ്ക്കാം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, കുറച്ച് ഭാഗങ്ങൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അത് ഹൈലൈറ്റ് വീഴുന്ന പോർഷൻസ് ആണ്, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോർഷൻസ് ആണ്. നെക്സ്റ്റ് ഇനി കളർ എടുക്കാൻ പോകുന്നത് യെല്ലോ കളേഴ്സ് ആണ്. ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് ഒരു ക്യാപ്സിക്കം ആണ് കേട്ടോ. സോ അതിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതിൻ്റെ ചുറ്റുമുള്ള പോർഷൻസ്. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ എടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഓറഞ്ചിഷ് ആയിട്ടുള്ള യെല്ലോയും അതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ എടുക്കുന്നുണ്ട്. സോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് പല കളറിൽ ക്യാപ്സിക്കം ഉണ്ടല്ലോ, സെയിം കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേരിയേഷൻ എടുക്കുക, ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺസ് എടുക്കുക. എന്നിട്ട് ഇത്തരത്തിൽ ഫുള്ളായിട്ട് കളർ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലാക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡെപ്തുള്ള ഡാർക്ക് ഷാഡോസ് നമുക്ക് കിട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം തണ്ട് ചെയ്യാന്നുള്ളതാണ്. തണ്ടിനും ഗ്രീനിൻ്റെ തന്നെ ലൈറ്റ് ടു ഡാർക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്ത് ഓർഡറിൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ലൈറ്റ് സോഴ്സ് ഉള്ളത് എന്നുള്ള ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ആക്കാനും പറ്റും.